ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എല്ലാവരും പേടിയോടെ കേൾക്കുന്ന ഒരു പേരാണ് HMPV അല്ലെ. ചൈനയിൽ HMPV വൈറസ് കണ്ടെത്തി. അത് പല ആൾക്കാരെയും രോഗബാധയിലേക്ക് നയിക്കുന്നു. തീവ്രമായ ശ്വാസം മുട്ട ആൾക്കാർക്ക് അനുഭവപ്പെടുന്നു. ഇത് കോവിഡ് പോലെ ചൈനയിൽ നിന്ന് വരുന്ന മറ്റൊരു ചൈനീസ് വൈറസ് ആണോ എന്നൊക്കെയുള്ള ഒരു ചർച്ച ഇപ്പൊ നടക്കുന്നുണ്ട്. ഇന്ത്യയിലും ഇതിന്റെ കേസസ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് എല്ലാവരിലും വളരെ വലിയൊരു ഭീതിയാണ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവൻ അത്രയും ഒരു വില്ലൻ ആണോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ടു ബി ഫ്രാങ്ക്, കോവിഡിന്റെ അത്ര പ്രശ്നക്കാരനല്ലത്. പെട്ടെന്ന് മാറുന്നൊരു അസുഖമാണിത്. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് WHO സഹിതം അല്ലെങ്കിൽ ലോകത്തെ പ്രധാനപ്പെട്ട സയന്റിസ്റ്റിലൊക്കെ ഇവനെ നന്നായി സൂക്ഷിക്കണം എന്ന് പറയുന്നത്? അതിന്റെ റീസൺ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ കിട്ടും. ഓക്കെ, തൽക്കാലം ഇവൻ അത്ര പ്രശ്നക്കാരനൊന്നും അല്ല. വില്ലൻ ആകുമോ, ആവാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇനി വരാൻ പോകുന്ന PSC UPSC പരീക്ഷകൾക്ക് ഇവിടെ നിന്ന് ചോദ്യം വരും. നമുക്കത് അടിപൊളിയായിട്ട് എല്ലാവരും ക്രാക്ക് ചെയ്യാൻ പറ്റണം. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ചാനലിലെ അംഗങ്ങളാവുക. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഡെയിലി ഇത്തരത്തിലുള്ള നോട്ടുകളും രാവിലെ മോക്ക് ടെസ്റ്റും ഒക്കെ ഫ്രീ ആയിട്ട് അവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ആക്ച്വലി HMPV വൈറസ് എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ തെറ്റാണ്. ബിക്കോസ് HMPV എന്ന് പറഞ്ഞാൽ തന്നെ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് ആണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഓരോ ബേസിക് ഫാക്ടുകൾ നോക്കാം. എല്ലാവരുടെയും വിചാരം ഇത് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട ചൈനയിൽ കണ്ടെത്തിയ ഒരു വൈറസ് ആണെന്നാണ്. അത് തെറ്റാണ്. ഇത് 2001 നെതർലൻഡിൽ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തിയ ഒരു വൈറസ് ആണ്. ഇപ്പൊ ഇത് ചൈനയിൽ ഇപ്പം പെട്ടെന്ന് ഒന്ന് റീഒക്വർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിന്റെ ആൾക്കാർ പേടിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ COVID-19 സിംറ്റംസ് ഉണ്ടല്ലോ, അത് ഒരാൾക്ക് ബാധിച്ചു കഴിയുമ്പോൾ അയാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ അതുമായി വളരെ സിമിലർ ആണ് HMPV സിംറ്റംസ് എന്ന് പറയുന്നത്. കാര്യം അക്യൂട്ട് ആയ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ്, ശ്വാസം കിട്ടാതെ വരിക, പിന്നെ വലിയ സീരിയസ് ഇഷ്യൂസ് ആണ് അവിടെ വരുന്നത്. ഇത് ലോകത്ത് എല്ലായിടത്തും കാണുന്നുണ്ട് കേട്ടോ. ഇത് ചൈനയിൽ മാത്രമുള്ളതല്ല, ലോകത്ത് എല്ലായിടത്തും ഇതിന്റെ സാന്നിധ്യം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ റെസ്പിറേറ്ററി പാത്തജൻ അല്ലെങ്കിൽ നമ്മുടെ ശ്വാസോച്ഛ്വാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അണുക്കൾ ആണ് ഇത് കാരണമാകുന്നത്. ആ പാത്തജൻസ് ആണ് ഇത് കാരണമാകുന്നത്. അപ്പൊ ഇതിനെ ഭയപ്പെടാനുള്ള മറ്റൊരു റീസണും അതിന് വാക്സിൻ ഇല്ല എന്നുള്ളതാണ്. വാക്സിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രിവെന്റ് ചെയ്യണമെന്ന് ആൾക്കാർക്ക് അറിയില്ല. ഇതിന് കൃത്യമായ ഒരു മെഡിസിൻ ഇല്ല. ഇപ്പൊ ഡെങ്കു എന്നൊക്കെ പറയുന്ന പോലെ ഡെങ്കു വന്നാൽ ഇന്ന മെഡിസിൻ കൊടുക്കുക അങ്ങനല്ല. ജനറൽ ആയിട്ടുള്ള മറ്റേ സിംറ്റംസ് ക്യൂർ ചെയ്യുന്ന മെഡിസിൻസ് കൊടുക്കുക, റെസ്റ്റ് കൊടുക്കുക, ഫ്ലൂയിഡ് ഇൻടേക്ക് ചെയ്യുക, അങ്ങനെയാണ് നമ്മൾ പൊതുവെ സോൾവ് ചെയ്യാറുള്ളത്. നമുക്കറിയാം കോവിഡ് വന്ന സമയത്തും കോവിഡിന് വാക്സിൻ ഇല്ലായിരുന്നു. പിന്നീടാണ് അതിന് വാക്സിൻ നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ ഇവനും അതുപോലെ പ്രശ്നക്കാരനാകുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും പേടി. അതിന്റെ റീസൺ എന്താ നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചേക്കാം. സിംറ്റംസ് എന്ന് പറയുമ്പോൾ കോവിഡിന്റെ സിംറ്റം അല്ലെങ്കിൽ സാധാരണ ഫ്ലൂ, ജലദോഷം അടിക്കുമ്പോൾ അതിന്റെ സിംറ്റം ഇതിന്റെ സിംറ്റം ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ചുമ, കഫ് വരും, പനി, സോർ ത്രോട്ട്, റണ്ണി നോസ്, വീസിങ് ഒക്കെ വരും. ഇടയ്ക്ക് വെച്ച് എനിക്കും നിങ്ങൾക്കറിയാം ഒരു ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിടിച്ച് HMPV ആണോ? എത്ര വരാൻ സാധ്യതയില്ല. കാര്യം HMPV ആയിക്കോട്ടെ, ചുമ ആയിക്കോട്ടെ, മൂക്കൊലിപ്പ് ആയിക്കോട്ടെ, ഇതൊക്കെ സ്വാഭാവികമായിട്ടും വരുന്നത് കോൾഡ് മാസങ്ങളിലാണ് അല്ലെ, അല്ലെങ്കിൽ വിന്റർ മന്തിലാണ്. നമ്മളിപ്പോ ഡിസംബർ കഴിഞ്ഞ് ജനുവരിയിലേക്ക് വരുമായിരുന്നു. ശരിക്കും ഡിസംബറിലാണ് ആ ഒരു എന്താ പറയാ ചുമയും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പൊ ഇത് ഏതാണ്, ഇത്തരം ഡിസീസസ് ഏതാണെങ്കിലും അത് പൊതുവെ വരുന്നത് വിന്റർ അല്ലെങ്കിൽ സ്പ്രിംഗ് കാലഘട്ടത്തിലായിരിക്കും എന്നുള്ളവരെ ആലോചിക്കാം. ഇത് സാധാരണഗതിയിൽ 2 മുതൽ 5 ദിവസത്തിനകം റിസോൾവ് ആയി പൊക്കോളും. പക്ഷേ ഇത് പണി കൊടുക്കുന്ന ആർക്കാണെന്നറിയോ? വൾണറബിൾ ഗ്രൂപ്പിനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായവർ അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ, അവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി ഇത്തിരി കുറവായിരിക്കും. അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ സീരിയസ് ഇഷ്യൂ ആയിട്ട് വരുന്നത്. മറ്റൊരു കാറ്റഗറി ഉണ്ട്. നേരത്തെ ഈ പറഞ്ഞ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, പ്രീഡിസ്പോസിഷൻ ആൾക്കാർ, അതായത് നേരത്തെ ചുമയുടെ ഇഷ്യൂ അല്ലെങ്കിൽ നേരത്തെ ന്യൂമോണിയ വന്നിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നേരത്തെ ആസ്മയുള്ള ആൾക്കാർ, അവർക്കൊക്കെ ഈ അസുഖം പെട്ടെന്ന് ബാധിക്കാനും അവരുടെ ഹെൽത്തിനെ കൂടുതൽ കുളമാക്കാനും ഇതിന് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വൾണറബിൾ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ കുട്ടികളുണ്ട്, പ്രായമായ ആൾക്കാരുണ്ട്, ഇത്തരം റെസ്പിറേറ്ററി റിലേറ്റഡ് അസുഖമുള്ള ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് മറ്റൊരു ചോദ്യം വരാൻ പോകുന്നത് എവിടെ നിന്നായിരിക്കും സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം വരാൻ പോകുന്നത്. ഇത് പ്രധാനമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് ഈ നമ്മൾ മാസ്ക് വെക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അങ്ങനെ തുമ്മുമല്ലോ, ആൾക്കാർ തുമ്മുമല്ലോ. അപ്പൊ അത്തരം സാഹചര്യത്തിൽ വരുന്ന റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ്, റെസ്പിറേഷന്റെ ഭാഗമായിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ്, തുമ്മിൽ കൂടെ ആവാം, ചുമയിൽ കൂടെ ആവാം, എന്തായാലും അത് ഡ്രോപ്ലെറ്റ്സ് ആണല്ലോ.
അതുവഴിയാണ് ഇത് പ്രധാനമായിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ HMPV വൈറസ് ബാധിതനായ ഒരു വ്യക്തിയുമായി നമ്മൾ ക്ലോസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ, അടുത്തിടപഴകുമ്പോഴും ഒക്കെ ഇത് സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് കോവിഡിന്റെ ആയിട്ട് ഭയങ്കര സിമിലാരിറ്റി നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. ഇപ്പൊ HMPV വൈറസ് ബാധിത പ്രദേശത്തും ഡോക്ടേഴ്സ് ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കോവിഡിന്റെ സമയത്ത് ഇട്ടിരുന്ന അതേ ആ ഒരു കുപ്പായം ഇട്ടിട്ടാണ് അവർ പോകുന്നത്. വെള്ള കളറിലുള്ള ഒരു കുപ്പായം ഇട്ടിട്ടാണ് അവർ പോകുന്നത് അല്ലെ. അപ്പം വളരെ സിമിലർ ആണ്. കോവിഡിന്റെ കേസും ഇതിന്റെ കേസും വളരെ സിമിലർ ആണ്. വാക്സിൻ ഇല്ല, ശ്വാസം മുട്ടൽ പ്രശ്നം വരുന്നു, ഇപ്പൊ ഹെഡേക്ക് പല ആൾക്കാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക കേട്ടോ, നിങ്ങൾക്ക് ഇതിനകത്ത് ഏതൊക്കെ സിംറ്റംസ് ആണ് ഉള്ളത് എന്നുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, മോസ്റ്റ് HMPV കേസസ് ആർ മിൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തതാണ്. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ തെറ്റാന്ന് വിചാരിക്കും, പക്ഷെ ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. കാര്യം HMPV എന്ന് പറയുന്നത് കൊറോണ വൈറസ് പോലെ അത്ര വലിയ വില്ലൻ അല്ല. അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അപ്പൊ സാധാരണഗതിയിൽ 2 to 5 days അല്ലെങ്കിൽ 1 weekനകം ആള് റിക്കവർ ആകേണ്ടതാണ്. അതുകൊണ്ട് ഇത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പഠിക്കുക. കാര്യം നമ്മളൊരു കണ്ടന്റ് വായിക്കുമ്പോൾ ഒരു ചോദ്യകർത്താവ് എങ്ങനെയൊക്കെ അവിടെ നിന്ന് ചോദ്യങ്ങൾ ജനറേറ്റ് ചെയ്യും എന്ന് ആലോചിച്ച് നമ്മൾ ചോദ്യങ്ങൾ ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ കണ്ടന്റ് പഠിക്കാം. കാര്യം പൊതുവെയുള്ള ഭീതി എന്താ, ഇതെന്തോ മാരക വ്യാധിയാണ് അല്ലെങ്കിൽ മഹാമാരിയാണ്, വന്നു കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോവും എന്നൊക്കെയാണ് ആൾക്കാരുടെ വിചാരം. പക്ഷെ അങ്ങനല്ല, ഇറ്റ്സ് എ മിൽഡ് സിംറ്റം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിയാണെന്ന് തന്നെ മനസ്സിലാക്കുക. ഓക്കെ, ഇത് അപൂർവം സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് 2 to 5% കേസസിൽ മാത്രമാണ് ഇത് കുളമാവുന്നത്. വിച്ച് മീൻസ് HMPV ബാധിതനാവുന്നു, ആ വ്യക്തി പിന്നീട് ബ്രോങ്കൈറ്റിസും അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള കണ്ടീഷൻസിലേക്ക് പോകുന്നു. ഇത് സിവിയർ ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആള് എന്താ പറയാ മരിച്ചു പോകുന്ന പോലും വരാം. അതിപ്പോ ഏതായാലും അങ്ങനെയല്ല. ഇപ്പം ഒരു ഫ്ലൂ വന്നാൽ പോലും കൃത്യമായി ചികിത്സിച്ചിരുന്നുണ്ടെങ്കിൽ ഇത്തരം വീക്ക്നെസ് ഉള്ള ബോഡി ആണെന്നുണ്ടെങ്കിൽ അതിനെ വളരെ മോശമായി അത് ബാധിക്കില്ലേ. അതുപോലെയുള്ള ഇതിന്റെ കാര്യം. ചില കേസസിൽ ഇത് ബ്രോങ്കിയോളൈറ്റിസും ന്യൂമോണിയയും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. അവിടെ ഫെറ്റാലിറ്റി റേറ്റ് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്തൊരു ചോദ്യം വരാൻ പോകുന്നത്, ഈ HMPV ഇത് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക, അല്ലെങ്കിൽ ഏത് ടെസ്റ്റ് ആണ് നമുക്ക് ഇതിന് ഉപയോഗിക്കുന്നത്? PSCയുടെ സ്ഥിരം ചോദ്യമാണല്ലോ, എയ്ഡ്സിന്റെ ടെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ എബോള ടെസ്റ്റ് ചെയ്യുന്നത് ചെയ്ത്, ഇങ്ങനെ ഓരോ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത് ചെയ്ത്, അങ്ങനെയൊക്കെ ടെസ്റ്റ് ഉണ്ടല്ലോ, ടെസ്റ്റ് അത് സ്ഥിരം ചോദ്യമാണ്. അതുപോലെ ഇനി വരാൻ പോകുന്ന ഒരു ചോദ്യമാണ് HMPV കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാന്നുള്ളത്. നമ്മൾ കോവിഡിന്റെ സമയത്ത് കണ്ട അതേ ടെസ്റ്റ് തന്നെയാണ്, PCR ബേസ്ഡ് റെസ്പിറേറ്ററി പാനൽസ്. PCR ബേസ്ഡ് റെസ്പിറേറ്ററി പാനൽ അല്ലെ. എന്താണ് PCR? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അല്ലെ. നമ്മൾ കോവിഡിന്റെ സമയത്താണ് RT-PCR, റിയൽ ടൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇതാണ് നമ്മൾ കോവിഡിന്റെ സമയത്ത് യൂസ് ചെയ്തത്. അപ്പൊ ഈ PCR ബേസ്ഡ് ടെസ്റ്റ് കോവിഡ്, എബോള, MPV ഒക്കെ PCR ബേസ്ഡ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം PCR ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇത് ഒരുവിധം എല്ലാ ഏജ് ഗ്രൂപ്പിനെ ബാധിക്കും. എല്ലാ ഏജ് ഗ്രൂപ്പിനെ ബാധിക്കുന്ന ഒരു അസുഖം തന്നെയാണ്. അപ്പോ ഇത്തരം ഫാക്ടുകളാണ് ഇതിനെപ്പറ്റി ബേസിക്കലി നിങ്ങൾക്ക് അടുത്ത് പറയാനുള്ളത്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ആൾക്കാർ ഇതിനെ പേടിക്കുന്നത്? ഒറ്റ റീസണേ ഉള്ളൂ, ഇത് പല രാജ്യത്തിലേക്ക് ഇപ്പൊ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് മ്യൂട്ടേഷൻ സംഭവിക്കാം. വാക്സിൻ ഇല്ലാത്ത ഒരു അസുഖം, അതിപ്പം ജലദോഷപ്പനി ആണെങ്കിലും അങ്ങനെ പോട്ടെ, എത്ര മിൽഡ് അസുഖമാണെങ്കിലും വാക്സിൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവന് മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കാം? അത് കോവിഡ് പോലെ ഒരു പാൻഡമിക് ആയി മാറിയെന്ന് വരാം. അങ്ങനെ വരുവാണെങ്കിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാരെ അത് ബാധിക്കാം. ഈ ഒരു ഭയമാണ് ഇതിന്റെ പിന്നിലുള്ളത്. സോ മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ മ്യൂട്ടേഷൻ ഒരു വസ്തുവിൽ ഉണ്ടാവുന്ന ജനറ്റിക് ആയ ചേഞ്ച് ആണ് മ്യൂട്ടേഷൻ. അപ്പൊ അതല്ലേ എവല്യൂഷൻ, പരിണാമം എന്ന് പറയുന്നത്? അല്ല. എവല്യൂഷൻ ഒരു ലക്ഷക്കണക്കിന് വർഷം എടുത്ത് നടക്കുന്ന ഒരു പ്രോസസ് ആണെങ്കിൽ മ്യൂട്ടേഷൻ പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സാണ്. വളരെ ചെറിയ പീരീഡ് ഓഫ് ടൈമിൽ മ്യൂട്ടേഷൻ സംഭവിക്കും. ഇപ്പൊ കോവിഡിന് എത്ര പ്രാവശ്യം മ്യൂട്ടേഷൻ സംഭവിച്ചു? കോവിഡ് വൈറസിന് അത് ചുരുങ്ങിയ ഒരു വർഷം 2 വർഷം കൊണ്ടല്ലേ സംഭവിക്കാം. അപ്പൊ അങ്ങനെ HMPVക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ അത് കുറച്ച് സീനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ വാക്സിൻ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പ് ഇപ്പം തന്നെ ആരംഭിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞതിനകത്ത് ഏതൊക്കെ സിംറ്റം ഉണ്ടെന്ന് കമന്റ് സെക്ഷനിൽ പറയാം. എനിക്ക് ചുമ ഉണ്ടായിരുന്നു, ഇപ്പൊ മാറി മാറി വരികയാണ്. നിങ്ങളുടെ സിംറ്റംസ് കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. സിംറ്റം ഒന്നും ഇല്ലെങ്കിൽ അതും പറയാം. അപ്പൊ ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് SI പിന്നീട് 10th ലെവൽ +2 ലെവൽ പരീക്ഷകൾക്കൊക്കെ അഫോർഡബിൾ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചസിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ ഈ നമ്പർ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെന്റേഴ്സുമായി സംസാരിക്കാം. പുതിയ പാറ്റേണിൽ എങ്ങനെ പഠിക്കണമെന്നും ഞങ്ങളുടെ ബാച്ചസ് നിങ്ങൾ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നും അവർ പറഞ്ഞുതരും. ഓക്കെ,
ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ട കണ്ടന്റുകളൊക്കെ ആ ഒരു ബാച്ചിൽ കൂടെ ഞങ്ങൾ തരുന്നതായിരിക്കും. നിങ്ങൾ പഠിച്ചാൽ മതി, പഠിക്കാന്നുള്ള ഡ്യൂട്ടി മാത്രമായിരിക്കും നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.